അതിർത്തിയിൽ ശക്തമായ നടപടികളിലേക്ക് സൈന്യം കടന്നിരിക്കുകയാണ്. ഹരിദ്വാരയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. പ്രകോപനം സൃഷ്ടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന നിർദ്ദേശവും സൈന്യം നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തെങ്കിലും അതിർത്തി ഇപ്പോഴും ശാന്തമല്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രകോപനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കശ്മീരിലെ ഹരിദ്വാരയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഒരു ഭീകരൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കൂടുതൽ ഭീകരർക്കായി ഇപ്പോൾ സൈന്യം തെരച്ചിൽ ആരംഭിച്ചു. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കാശ്മീർ അതിർത്തി മേഖലകൾ സന്ദർശിക്കാനിരിക്കെയാണ് വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നതെന്നും ശ്രദ്ധേയമാകുന്നു. നിയന്ത്രണ രേഖയ്ക്കരികിൽ കൂടുതൽ സൈനികരെ പാകിസ്ഥാൻ വിന്യസിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയും ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള കൃഷ്ണഘാട്ടി, സുന്ദർബനി എന്നിവിടങ്ങളിൽ പ്രകോപനം കൂടാതെ പാക് സൈന്യം ഉയർന്ന ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു കഴിഞ്ഞു. ഇവിടെ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രകോപനമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് രാജ്യത്ത് നിലനിൽക്കുന്നില്ലെന്ന വാദമുയർത്തി പാക് സൈനിക മേധാവിയും രംഗത്തെത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് മസൂദ് അസ്ഹറുമായി ഇമ്രാൻഖാൻ ബന്ധം പുലർത്തുന്നുണ്ടെന്നത് പരസ്യമായി പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷി സമ്മതിച്ചതിന് പിന്നാലെയാണ് പാക് സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ജെയ്ഷെ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നില്ല എന്നും US-ഉം പാകിസ്ഥാനും ചേർന്ന് ഇത് നിരോധിച്ചതാണെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. പാക് സേനാ വക്താവ് ആസിഫ് ഗഫൂർ CNN-നോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെയാണെന്ന ഇന്ത്യൻ വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ജെയ്ഷെയുമായി സംസാരിച്ചുവെന്നും എന്നാൽ അവർക്ക് ആക്രമണവുമായി ഒരു പങ്കും ഇല്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഖുറൈഷി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ ഈ വെളിപ്പെടുത്തൽ ഏറെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. വെളിപ്പെടുത്തലിന് മുൻപ് ജെയ്ഷെ തലവൻ പാകിസ്ഥാനിൽ ഉണ്ടെന്നും എന്നാൽ രോഗബാധിതനാണെന്നും ഖുറൈഷി വ്യക്തമാക്കിയിരുന്നു. മസൂദ് അസറിന്റെ സഹോദരനെയും മകനെയും ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധം ചൂണ്ടിക്കാട്ടി പാക് ആഭ്യന്തര മന്ത്രാലയം കരുതൽ തടങ്കലിൽ ആക്കിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. ഇതിന് പിന്നാലെയാണ് പാക് സൈനിക നേതാവിന്റെ പുതിയ വാദം. ഈ സാഹചര്യത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പ്രകോപനം അതിർത്തിയിൽ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യൻ സേന നൽകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സേനയും സൈനിക ബലം കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.